ന്യൂജൻ അമ്മമാരും അച്ഛന്മാരും അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. എങ്ങനെയാണ് തങ്ങളുടെ കുട്ടികളെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് അത് കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. കുട്ടികളുടെ അച്ഛൻ വീട്ടിലേക്ക് കടന്നു വരുന്നു. അമ്മ ഓടിച്ചെന്ന് അച്ഛനെ ആലിംഗനം ചെയ്യുന്നു. നെക്സ്റ്റ് ടൈം വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി അമ്മയുടെ ഒപ്പം ഓടി അച്ഛനെ ആലിംഗനം ചെയ്തു. തേർഡ് ടൈം ആയപ്പോഴത്തേക്ക് അമ്മയേക്കാൾ മുമ്പേ ഒരു കുട്ടി ഓടിച്ചെന്നു, അമ്മയും ഒപ്പം ഓടിച്ചെന്നു. അത് ഫോർത്ത് ടൈം ആയപ്പോഴത്തേക്ക് അമ്മ പോകുന്നതിന് മുമ്പേ തന്നെ കുട്ടികൾ രണ്ടുപേരും ഓടി അച്ഛനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഉണ്ടായത്. ഇതുവഴി മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും നല്ലൊരു നടപടിക്രമമല്ല. കുട്ടികളെ ഒരിക്കലും പറഞ്ഞോ ശാസിച്ചോ വഴക്ക് പറഞ്ഞോ ഒരു കാര്യങ്ങളും പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ അവരുടെ മുമ്പിൽ മാതൃകയായി എങ്കിൽ മാത്രമേ അവർ പഠിക്കുകയുള്ളൂ. രാവിലെ ഉണരുന്ന കാര്യം മുതൽ കുട്ടികൾ നേരത്തെ ഉണരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണരണം. കുട്ടികൾ നല്ല ശീലങ്ങൾ കൊണ്ടുവരണം, അവരുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ശീലം നമ്മൾ കാണിച്ചു കൊടുക്കണം. വൃത്തിയാണെങ്കിലും ശുദ്ധിയാണെങ്കിലും ഇനി അതല്ലെങ്കിൽ ഭക്തിയുടെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും നമ്മൾ അവരുടെ മുമ്പിൽ മാതൃകയായി എങ്കിൽ മാത്രമേ അവരത് പരിശീലിക്കുകയുള്ളൂ എന്നുള്ള പച്ചയായ സത്യം നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മളൊരു നാടകീയ രംഗം മാത്രമാകരുത്. അതുവഴി ഇനി നമ്മുടെ ലൈഫിൽ ഇല്ലാത്ത ഏതെങ്കിലും ശീലമാണെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ ആ ശീലം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നത് വഴി നമ്മുടെ ലൈഫിലും ആ ശീലം ഉണ്ടാക്കിയെടുക്കണം. പണ്ട് കേട്ടിട്ടില്ലേ, ഒരു ഗുരുവിൻ്റെ അടുക്കൽ തൻ്റെ മോൻ്റെ ശർക്കര തീറ്റി മാറ്റാനായിട്ട് ഒരു അമ്മ കൊണ്ടുവന്ന കഥ. പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാനായിട്ട് ആ ഗുരുനാഥൻ പറഞ്ഞു വിട്ടു. എന്തിനാണ്? തനിക്ക് ആ ശർക്കര തീറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിൽ ഏതെങ്കിലും രീതിക്കുള്ള മോശ സ്വഭാവങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് വേണം നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുവാനായിട്ട്. തിരുത്തി പരിശീലിച്ച് നമ്മളുടെ ലൈഫിൽ കൊണ്ടുവന്നതിന് ശേഷം വേണം നമ്മളുടെ മക്കളെ പഠിപ്പിക്കുവാനായിട്ട്. അതും അവരെ പറഞ്ഞു പഠിപ്പിക്കുകയല്ല, അവരെ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അവർ കാണാൻ വേണ്ടി ആകുകയും ചെയ്യരുത്. നമ്മളുടെ പ്രവൃത്തികൾ അവരെ അപ്രതീക്ഷിതമായിട്ട് കണ്ടും കേട്ടും വളരണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ല നല്ല ശീലങ്ങൾ, നല്ല നല്ല സ്വഭാവങ്ങൾ അവരിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. നന്ദി, നമസ്തേ.